ഹലോ എവരിവൺ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ എവിടെ ഉള്ളത്? ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്താണ് ഞങ്ങളുള്ളത്. നമ്മളുള്ളത് കാണിച്ചു തരാം. നമ്മളുള്ളത് ഇപ്പോ ബുർജ് ഖലീഫിന്റെ നേരെ താഴത്താണുള്ളത്. അപ്പൊ നമ്മള് ബുർജ് ഖലീഫിലാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് ഇവിടുന്ന് ഒരു കോഫി കുടിക്കാൻ വേണ്ടി രാവിലെ തന്നെ നമ്മൾ വന്നേക്കാണ്. അപ്പൊ ഇതിനകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാം. എന്താ അപ്പൊ ഇതിനകത്ത് റെസ്റ്റോറന്റ് ഉണ്ട്. 123ാമത്തെ നിലയിലാണ് കേട്ടോ ഈ റെസ്റ്റോറന്റ് ഉള്ളത്. അപ്പൊ അവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. 123ാമത്തെ നിലയിൽ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് ഒരു കോഫിയൊക്കെ നമുക്ക് കുടിക്കാം. പിന്നെ ഇതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോ വീഡിയോ എല്ലാവരും നമുക്ക് ബുർജ് ഖലീഫിലേക്ക് പോവാം. ബുർജ് ഖലീഫിലേക്ക് ഒന്ന് കയറുക, അവിടെ നിന്ന് ഒരു കോഫി കുടിക്കുക. അതാണ് ഇന്നത്തെ പ്ലാൻ. അതാണ് ആശിക്ക് വീട്ടിലുള്ള കോഫി ഒന്നും രാവിലെ 6 മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടോ. നേരം വെളുക്കുന്നുള്ളൂ. നമുക്ക് റിസർവേഷൻ സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവിടെ എത്തണം. നമ്മളിവിടെ ഓൾറെഡി ബുക്ക് ചെയ്യണം. ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ബുർജ് ഖലീഫിന്റെ അകത്തോട്ട് കയറാം. പോലെ റൂബ പോലെ നമുക്ക് ബുർജ് ഖലീഫ പോലെ. അപ്പൊ ആൾക്കാരൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇതിന്റെ 123ാമത്തെ ഫ്ലോറിക്കാണ് നമ്മൾ പോണത്. അപ്പൊ നമുക്ക് അതിന്റെ അകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അവസാനം പറയുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇതാ അറ്റ്മോസ്ഫിയറിന്റെ എൻട്രൻസിലെത്തി. ബുർജ് ഖലീഫ കയറിട്ടോ. ഇത് ചെറിയൊരു ലോബി, ജസ്റ്റ് ഹോട്ടലിന്റെ മെയിൻ എൻട്രൻസ് കൂടെ ആയിരുന്നു. നമ്മൾ കയറിണ്ടായത്. ഇപ്പൊ അത് ചേഞ്ച് ചെയ്തിട്ട് ഇവർക്ക് സെപ്പറേറ്റ് എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ മുന്നേ ഒരിക്കലും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 22 നമ്മൾ വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ നമുക്ക് ഒന്ന് പോയിട്ട് ഫസ്റ്റ് ആയിട്ട് ബുർജിൽ കയറാണ്. ഇതിലാണ് പോകുന്നത്. ഇതിന്റെ ടോപ്പിലേക്ക് പോകാൻ ഒരുപാട് എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് തന്നെ മനസ്സിലാവില്ല ഏതിലേക്ക് കയറണം ഏതിലേക്ക് ഇറങ്ങണമെന്ന്. നമ്മൾ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോ വേറൊരു എൻട്രൻസ് വഴിയാണ് കയറിണ്ടായിരുന്നത്. ഇവരുടെ റിസപ്ഷൻ ഇതാണ് അറ്റ്മോസ്ഫിയറിന്റെ റിസപ്ഷന്. കയറിയിട്ട് നമുക്ക് മുകളിൽ പോകാം. 123 റൈറ്റ്. ഇതുണ്ടോ നമ്മളുടെ ഇവിടെ ഈ ലിഫ്റ്റ് 154 വരെ പോട്ടോ. നമ്മൾ പോകുന്നത് 123 and 4ക്കാണ് അല്ലേ? അതെ, 123ലാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉള്ളത്. ഇവരുടെ സ്റ്റാഫ് നമ്മളെ ഗൈഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി 123 ആണ് കേട്ടോ നമ്മുടെ. അപ്പൊ ലിഫ്റ്റ് പോയി തുടങ്ങിട്ടോ. 7, 8, 9, 10, 11, 12 ഫാസ്റ്റ് വളരെ സെക്കൻഡുകൾ കൊണ്ടാട്ടോ ഓരോ ഫ്ലോറും കിടക്കണമെന്ന് കണ്ട് അന്ന് കാണിച്ചത്. എത്ര പെട്ടെന്ന് നമ്മൾ ഓരോ ഫ്ലോർ മാറുന്നേ അറിയോ. 38, 39 നമുക്ക് ചെവി അറിയണ്ട. പ്രഷർ വേരിയേഷൻ ചെവി ഇങ്ങനെ ചെറുതായിട്ട് അറിയുന്നുണ്ട്. 100, 103, 105. യെസ്. അപ്പൊ നമ്മളിതാ നമ്മളെ 123 എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. യെസ്. ആരും ഇല്ലോണ്ടില്ലേ ബുർജ് ഖലീഫില്? നമ്മള് മാത്രമേ ഉള്ളൂ. 123 ഇറങ്ങിയിട്ട് ഇനി ഒരു സ്റ്റെയർ താഴെ പോകണ്ടോ? ഒരു ഫ്ലോർ താഴെയാണ് തോന്നുന്നത്. പോയി നോക്കാം. സ്റ്റെയറൊക്കെ അടിപൊളിയാണല്ലോ. ആവണല്ലോ. ഇവിടെ നല്ല വ്യൂ കണ്ടോ. ക്രിസ്മസിനായിട്ട് ഡെക്കറേറ്റ് ചെയ്താലോ അതൊക്കെ? ക്രിസ്മസിന്റെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അതെ. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഓ, ഇത് ഫൗണ്ടൈന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ദുബായ് ഫൗണ്ടൈൻ. ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വെൽ ഡെക്കറേറ്റഡ് ആട്ടോ. ഫുൾ ക്രിസ്മസ് വൈബാണ് ഇവിടെ ഇതിനകത്തുള്ളത്. റിസർവേഷനൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളിതാ അകത്തോട്ട് പോവാണ്. ഫുൾ ക്രിസ്മസ് വൈബാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. വിൻഡോ ചെയർ ഉണ്ടേ, അല്ലെങ്കിൽ ഒരു വൈബ് ഉണ്ടാവില്ല. താങ്ക് യു സോ മച്ച്.
ഇതാണ്ട് നമ്മളെ സീറ്റിങ്. ഇനി റുബുവിനുള്ള ബേബി ചെയർ ഏതാ വ്യൂ? അടിപൊളി വ്യൂ ആണ്. ബുർജില്ലറൊക്കെ കാണുന്നുണ്ട് അവിടെ. ദുബായ് മൊത്തം കാണുന്നുണ്ട്. ഇത് ഇവര് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? നമ്മൾ കഴിഞ്ഞ വരവില് ഇതിന്റെ എന്താ ഡെക്കറേഷൻ, അതായത് ഇതിന്റെ ഇന്റീരിയേഴ്സും കാര്യങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ അവര്. ടോട്ടലി ചേഞ്ച് ആണ്. ഓ, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്. ഇവിടെ നമുക്ക് ദുബായ് മൊത്തം കാണാം, ഒരു സൈഡ് മൊത്തം കാണാം. അപ്പൊ നമ്മുടെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതാണ്. നല്ലൊരു അടിപൊളി സീറ്റിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടുന്ന് നല്ല ഇവിടെ കണ്ട ഒരു വിൻഡോന്റെ അടുത്ത് നമുക്ക് വിൻഡോ സീറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അടിപൊളി സീറ്റാ, അടിപൊളി സീറ്റാണ്. അപ്പൊ ഇവിടെ നിന്നുള്ളൊരു വ്യൂ രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു മരുഭൂമിയാണല്ലോ ഇത്രയും അടിപൊളിയാക്കിയിട്ട്, മനുഷ്യനിർമ്മിതിയാണല്ലോ ഇത്. അപ്പൊ നമുക്കിത് കാണുമ്പോ എന്തോ സത്യം പറയാലോ, വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതിന് അപ്പുറമാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ലൈഫിൽ ഒരു വെട്ടെങ്കിലും ക്യാമറയിൽ കാണുമ്പോ അത്ര ഫീൽ ചെയ്യില്ല. സോറി, എന്റെ ഡെപ്ത് ഒന്നും അത്ര ഫീൽ ചെയ്യില്ല. 23ാമത്തെ നിലയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ദുബായ് മൊത്തം നമുക്ക് കാണാൻ തന്നെ പറയാം. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള തന്നെയാണിത്. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോന്റെ ലാസ്റ്റ് എന്തായാലും പറയുന്നതായിരുന്നു. ഇപ്പൊ നമ്മൾ ഇതാ ഒരു ക്യാപ്പിച്ചീനോ, ഒരു വാട്ടർമെലന്റെ ഒരു ഡ്രിങ്ക് ഒക്കെ കഴിക്കല് തുടങ്ങിയിട്ടുണ്ട്. റൂമുകൾക്ക് ചെറിയ കോഫിന്റെ കൂടെ ചെറിയ എന്തോ ഒരു സ്നാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഒരു നോർമൽ പ്രൈസ് തന്നെ ഉള്ളൂ. ഒരു നോർമൽ പ്രൈസ് ഉള്ളൂ, അധികം കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ ഇതിന്റെ ഒബ്സർവേഷൻ ഡെക്ക് പോണേക്കാളും ചെലവ് കുറവാണ് ഇവിടെ. ആ പൈസ നമുക്ക് ഫുഡും കഴിക്കാം. ഫുഡ് എന്ന് പറയുമ്പോൾ ഹെവി ആയിട്ടുള്ള ഫുഡല്ല, ജസ്റ്റ് ഒരു കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക് ഒബ്സർവേഷൻ ഡെക്കിൽ പോണേക്കാട്ടും നല്ലതായിരുന്നു. അപ്പൊ എല്ലാരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ലക്ഷറി ലൈഫ് ജീവിച്ചോണ്ടിരിക്കട്ടോ. ഒരു വയസ്സായ റുബാണ് ശരിക്കും ലക്കി. നമുക്കൊക്കെ ഇത്രയും പ്രായമായിട്ടൊക്കെയാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. റുബാണ് ലക്ഷറി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അത്രക്ക് ഇതിന്റെ വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റും, ഫോണിൽ കാണിക്കാൻ പറ്റണില്ല കേട്ടോ. നമ്മള് ഡയറക്റ്റ് കാണാൻ ഒരു രക്ഷയില്ല. നേരിട്ട് കാണും. കണ്ടോ അവിടെ ബുർജിൽ അറബൊക്കെ കാണുന്നുണ്ട്. ബുർജിൽ അറബ് പിന്നെ ഡൗൺ ടൗണിന്റെ ഏരിയയും കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മള് ഗോൾഡൊക്കെ വേസ്റ്റ് ആട്ടോ. അതന്നെ പ്രൈസ്, പക്ഷെ 5 പൈസക്ക് ഇല്ലാന്നുള്ളൂ. അതൊരു അത് എക്സ്പീരിയൻസിന് വേണ്ടിട്ട് കുടിക്കാന്നുള്ള ടേസ്റ്റ് വൈസ് ഒന്നും പറയാനില്ല. നമ്മൾ ഇക്കുറി അത് വേണ്ടെന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് ചെയ്തല്ലേ. ഇനി പഴണ്ട വിചാരിച്ചു. അങ്ങനെ നമ്മള് പേസ്ട്രീസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ പേസ്ട്രീസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാം, ഇൻക്ലൂഡ് ആണ്. അതല്ലാതെ നമ്മൾ ഒബ്സർവേഷൻ ഡെക്കിൽ പോയാൽ ജസ്റ്റ് അവിടെ വരെ പോയിട്ട് ഇതിലും കൂടുതൽ ക്യാഷ് കൊടുക്കേണ്ടി വരും. നമുക്ക് അവിടെ പോയിട്ട് ഒബ്സർവേഷൻ ഡെക്കിലാണെങ്കിൽ ഇതിലും കൂടുതൽ ക്യാഷും കൊടുക്കണം. ഇത്രത്തോളം എനിക്ക് തോന്നുന്നില്ല, നമ്മൾ പോയതാണ്, അതുകൊണ്ടാണ് പറയാം. നമുക്ക് ഇതാണ് കുറച്ച് വേർത്തായിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഒന്നും കൂടി വൈഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം ബുർജ് ഖലീഫ. എല്ലാ ഏരിയ കൂടെ പോവാം. നമുക്ക് ഫുൾ ആക്സസ് ആണ്. മെയിൻ എൻട്രൻസ് കൂടെ കൊണ്ടുപോകാം. മറ്റേ ദുബായ് മാളിനകത്ത് നിന്നാണ് കൊണ്ടുപോവാ. ഇത് മെയിൻ ആക്സസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു. ഫ്രിഡ്ജിൽ കിടക്കുന്നുണ്ട്. ഇതെന്തോ സ്ട്രോബെറിന്റെ ജാം എന്തോ പോലത്തെ എന്തോ ഒരു ഇതാണ്. അവിടെ ഇതാണ് റെസ്റ്റോറന്റ് രക്ഷയില്ല. ഒരുപാട് എല്ലാരും ഇത് കാണാൻ തന്നെ വരുന്നത്. അല്ല, ഇവിടെ ഫുഡ് കഴിക്കലല്ല, ഇവിടെ കുറച്ചു നേരം ഇരിക്കുക എന്നുള്ളതാണ് മെയിൻ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാര് വരുന്നത്, അതിന്റെ കാര്യമായിട്ട്. ഓ ബുർജ് ഖലീഫയിലാണ് ബ്രേക്ക്ഫാസ്റ്റ്. പോരട്ടെ, ആയിക്കോട്ടെ എന്നാ. അതെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ജസ്റ്റ് റിഫ്രഷ്മെന്റ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പറയാം.
അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ട് ഉണ്ടാവും. അതെ, അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും ഇവിടെ. ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് മെല്ലെ ഇവിടുന്ന് പോലെ. ഗൈസ്, ഇതാണ് ബുർജ് ഖലീഫിന്റെ ഉള്ളത്തെ വാഷ്റൂം കേട്ടോ. അവിടുന്ന് ഒരു വ്യൂ ആണോ? ഓ മൈ ഗോഡ്, വാഷ്റൂം നടക്കും അപാര വ്യൂ ആണ്. വേണ്ട, ഫുൾ ഗ്ലാസ് ആണല്ലോ. ഇതായി കാണുന്നത് ദുബായ് മാളാണ്. നമ്മളതായത് ഇത് ദുബായ് മാൾ ഫൗണ്ടെയിൻ ടോയ്ലറ്റത്തെ വ്യൂ ആണിത്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിട്ടോ, ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ റൂമോളോട്ട് ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് വേഗം ഇവിടെ ഇറങ്ങാന്ന് വിചാരിച്ചു. എക്സ്പെൻസീവ് ബില്ല് വരാൻ ചാൻസ് ഉണ്ട്. അതെ അതെ, അപ്പൊ വേഗം മുങ്ങിയിരിക്കും നല്ലത്. ഇവിടെ വല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. അപ്പൊ നമ്മള് റെസിഡൻസ് ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ റെസിഡൻസും കാര്യങ്ങളും. ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മള് മലയാളീസ് ആയിട്ടും ഒരുപാട് ആൾക്കാര് ഇതിനകത്ത് ഫ്ലാറ്റ് റിച്ച് ആയിട്ടുള്ള കുറെ ആൾക്കാര് താമസിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടുന്ന് മേലെ ഇറങ്ങാല്ലേ? ഇവിടുന്ന് ഇറങ്ങാൻ ലിഫ്റ്റ് കയറാൻ നമുക്ക് എന്താ താഴെ പോണം. താഴേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് എത്തോട്ടോ. ഈ ഡെക്കറേഷൻ ഒരു രക്ഷയില്ലല്ലേ? എനിക്ക് ഡെക്കറേഷൻ ഭയങ്കര ഇഷ്ടമായി. നമ്മള് ബുർജ് ഖലീഫ പുറത്തുനിന്ന് കാണുമ്പോ കിട്ടുന്ന ആ ഒരു വൈഡും വിസ്താരവും വീതിയൊന്നും ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ സെക്ഷൻസ് ആണല്ലോ. അപ്പൊ ഇതൊരു എന്താ നമ്മളൊരു ബിൽഡിംഗ് കയറിയ ഒരു ഫീൽ തന്നെ ഉള്ളൂ. അതെ അതെ, ആ ഒരു ഹൈറ്റ് ഫീൽ ചെയ്യും വിൻഡോസ് ആയിരുന്നു. അതെ അതെ, ആ ഹൈറ്റും പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ മെയിൻ ആയിട്ടുള്ള. കാരണം ഇത്രയും ലോകത്തെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് അല്ലേ. അപ്പൊ അതിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് അത് കാഴ്ച തന്നെയാണ്. അപ്പൊ ഞങ്ങള് ഇറങ്ങണം ഇവിടുന്ന്. ഇനി നേരെ താഴെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ താഴത്തുനിന്ന് എടുക്കണം. കുറച്ച് ഫോട്ടോസ് ശരിക്കും ഇതിന്റെ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ തന്നെയാണ് ഭംഗി. അതിനകത്ത് കയറാന്നുള്ള ഒരു ഇഷ്ടം കൊണ്ട് കയറാന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ട്. നമ്മളിവിടെ മുന്നേ വന്നിട്ട് നമുക്ക് ഇഷ്ടമാട്ടോ ഇവിടെ വരാൻ. നമ്മള് സെക്കൻഡ് ടൈമാണ് ഈ ലോഞ്ചിൽ വരുന്നത്. ഇതിന് മുകൾക്കല്ലാതെ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വരുന്നത് സെക്കൻഡ് ടൈം ഈ റെസ്റ്റോറന്റിൽ വരുന്നത്. അപ്പൊ നമുക്ക് താഴെ പോയിട്ട് അവിടെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയട്ടോ. നിങ്ങൾ ഇവിടെ UAE ദുബായിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പോകണം. അല്ല ഓൾറെഡി ഇവിടെ റെസിഡൻസ് ആയിട്ടുള്ളവർക്കും ആർക്കും വേണമെങ്കിലും ഇതിനകത്ത് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ പേരും ദുബായിൽ വന്നാലും ബുർജ് ഖലീഫ കാണാൻ പേര് ഇവിടെ വന്നാൽ ഒബ്സർവേഷൻ ഡെക്കിൽ പോയിട്ടാണ് ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണത്. പക്ഷെ അതിലും നല്ലൊരു ഓപ്ഷന് ഞങ്ങൾ രണ്ടിലും പോയതാണ്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതെടുക്കുകയായിരിക്കും. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. എന്നാൽ തീരെ ക്യാഷിൽ അങ്ങനെയും പറയുന്നില്ല. എന്നാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു പ്രൈസിന് നമുക്കിവിടെ ഇരുന്ന് റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അറ്റ്മോസ്ഫിയറിൽ വിളിച്ചിട്ട് അവിടെ പ്രീ ബുക്ക് ചെയ്യണം. നമ്മൾ പെർ പേഴ്സന് 100 ദിർഹംസ് എങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കണം. 100 ദിർഹംസ് ഒരാൾക്ക് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം. ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ 2 പേരാണ്. 200 ദിർഹംസ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് നമ്മൾ ആദ്യം ചെയ്യണം. എന്നാൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ നമുക്ക് ആ 200 ദിർഹംസിന് എന്താണോ കിട്ടുന്നത് അത് നമുക്ക് തരും. നോർമലായിട്ടുള്ളത് എന്തെങ്കിലും ഒരു ജ്യൂസും കോഫിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മൾ ഒബ്സർവേഷൻ ഡെക്കിൽ പോകുന്നതിനേക്കാട്ടിലും വേർത്താണ് കേട്ടോ അത് തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ കണ്ടല്ലോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചല്ലോ. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണിത്. നമ്മൾ അവിടെ സൈറ്റിൽ കയറിയാൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ബൈ പറഞ്ഞ ബൈ.